ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് അതിൻ്റെ സ്പെഷ്യലായിട്ട് ഒരു ചിക്കൻ കുഴിമന്തിയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെയുള്ള തക്കാളി ചട്നിയുടെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ തൊലി കളയാത്ത ഒരു ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ സ്കിൻ കളയാത്ത ചിക്കൻ ആണെങ്കിലാണ് നമുക്ക് മന്തിക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കപ്പോൾ ഇതൊന്ന് ഫസ്റ്റ് തന്നെ ഒന്ന് പുഴുങ്ങി എടുക്കണം. അതിനായിട്ട് നമ്മൾ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം അധികം ഒഴിക്കേണ്ട, ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം വരും. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ ഒരു ചെറിയ കഷ്ണം മാഗി ക്യൂബ്, പിന്നെ കുറച്ച് കുരുമുളക്, 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് അതിലേക്ക് നമ്മുടെ ഈ ചിക്കൻ ഇട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കഷ്ണിച്ചിട്ട് ചെയ്യാം കേട്ടോ. നമ്മളിത് മുഴുവനായിട്ട് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ തിള വന്നിട്ട് നമ്മളിതൊന്ന് മറിച്ചിടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മറിച്ചും തിരിച്ചും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു കപ്പിലാണ് അരി എടുത്തിട്ടുള്ളത്. ഇത് 1.5 കിലോ അരിയുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കഴുകിയേക്ക് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നന്നായിട്ട് തിളച്ച് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ ഇത് മറിച്ചിട്ട് നന്നായി ഉള്ളു വേവിച്ചെടുക്കണം. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരു ചെറിയ ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ വെള്ളമൊക്കെ നന്നായിട്ട് ഉപ്പും എല്ലാം അതിലേക്ക് പിടിക്കും. ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. അതായത് ഇതുപോലെ കാല് എല്ലൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഊറ്റി മാറ്റണം. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ വെള്ളം എന്തോരം ഉണ്ടെന്നൊന്ന് അളന്നെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത കപ്പ്, 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ നമ്മളിത് അളന്നിട്ട് ബാക്കി മാത്രം നമ്മളുടെ സാധാരണ വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ 1 കപ്പ് നമുക്ക് ഈ വെള്ളം ചിക്കൻ്റെ സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട്. 1 കപ്പ് സാധാരണ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റൈസ് വയ്ക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ച ശേഷം ഇതുപോലെയുള്ള പച്ചമുളക്, പകുതി സവാള, പകുതി ക്യാപ്സിക്കം, കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ പേസ്റ്റാക്കി വെള്ളം കൂട്ടി അടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് വഴറ്റി എടുക്കണം. ഒരുപാടൊന്നും വഴറ്റി വരണ്ട. അതിനുശേഷം നമ്മൾ കുരുമുളക്, പട്ട, ഏലക്ക ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക്, നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് വരഞ്ഞ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ ക്യാപ്സിക്കവും അതുപോലെ പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു കഷ്ണം കൂടി മാഗി ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ചോറിൽ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ഇത് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ സ്റ്റോക്കിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചിക്കൻ ഒന്ന് മൊരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മസാല ഒന്ന് തേക്കണം. അപ്പോൾ അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക്, ആവശ്യത്തിന് കുറച്ച് കളറ്. അപ്പോൾ ഇതുകൂടി ചേർത്തിട്ട് നമ്മൾ ചിക്കൻ സ്റ്റോക്കിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ടാണ് കേട്ടോ ഇതൊന്ന് ചാലിച്ചെടുക്കുന്നത്. അപ്പോൾ ആ വെള്ളം കൊണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ചാലിച്ചെടുക്കാം. അപ്പോൾ അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ്റെ മേലേക്ക് ഇതൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ തന്നെ നീളനരിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ശേഷം നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം മൂടി വെച്ച് നമുക്കിത് വേവിക്കാം. ഇത് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പം ഞാൻ വളരെ കുറച്ച് മാത്രം ഇതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ. കാര്യം നമ്മുടെ ചിക്കനിൽ നിന്ന് ഇപ്പോൾ തന്നെ നന്നായിട്ട് എണ്ണ വരാൻ തുടങ്ങും. അപ്പോൾ അത് ഒരു സൈഡൊന്നാവുമ്പോൾ ഒന്ന് മറിച്ചും തിരിച്ചു വിട്ടിട്ട് കുറച്ച് നേരം ഇതൊന്ന് മൊരിയിച്ചെടുക്കണം.
അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ നേരത്തെ ഹോൾസ് ഇട്ടതിലേക്ക് ശരിക്കും നമ്മുടെ ഈ ഫ്ലേവർ കയറും. അപ്പോൾ ഇത് ഒരുവിധമൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നെയ്യ് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വളരെ കുറച്ച് മാത്രമാണ് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചിക്കൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ സമയം തന്നെ നമ്മളുടെ ചോറും വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചോറിലേക്ക് നമ്മുടെ ഈ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ബാക്കി വന്നിട്ടുള്ള ഓയിൽ ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലേവറും അതുപോലെ തന്നെ കളറും കിട്ടുന്നുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു ചാർക്കോളോ അതല്ലെങ്കിൽ ചെറിയൊരു ചിരട്ടയുടെ കഷ്ണം ഒന്ന് കത്തിച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇറക്കി വെക്കണം. നമുക്കൊരു സ്മോക്കിംഗ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ശേഷം ഒരു വെയിറ്റ് ഉള്ളത് അതിൻ്റെ മേലേക്ക് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം ഒരു 2-3 മിനിറ്റ്. അപ്പോൾ നമ്മുടെ ചോറ് കുക്കായി വന്നിട്ടുണ്ട്. ഞാനപ്പോൾ അതൊരു ഇടമുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ആ ചിക്കൻ ഒന്നെടുത്ത് മാറ്റിയ ശേഷം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചോറ് നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്, ഉടഞ്ഞു പോയിട്ടില്ല, നന്നായിട്ട് വിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതിൻ്റെ മേലേക്ക് ആ ചിക്കൻ കൂടി വെച്ചിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് മന്തിയിലേക്ക് ആവശ്യമായിട്ടുള്ള ടൊമാറ്റോ ചട്നി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, പുതിന ഇല, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ആവശ്യത്തിന് വിനാഗിരി ഒഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചമ്മന്തിയുടെ റെസിപ്പി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുഴിമന്തി. അതുപോലെ ചട്നിയും നല്ല ടേസ്റ്റാണ്. മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ നമ്മുടെ കുഴിമന്തി ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായവർ നമുക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വേൾഡ് വ്ളോഗ് 786 എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ ഇനിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.